എന്താ ലിയോ ഇത്? ഒന്നുമില്ല, ഇച്ചിരി കൂടുതൽ കഴിച്ചു പോയി. തനിച്ചൊന്നാ കഴിച്ച്. എത്രമാത്രം സിൻസിയറായിട്ടാണ് ഞാൻ ഓരോരുത്തർ ബിഹേവ് ചെയ്യണത്. എന്നിട്ടും കൊള്ളരുതാത്തവനാ സർട്ടിഫിക്കറ്റ്. നിനക്കങ്ങനെ തോന്നണ്ട. എന്നാൽ ഒരുത്തൻ അങ്ങനെ പറഞ്ഞ് അത് ഞാൻ സഹിച്ചു. പക്ഷെ ഈ തന്തയില്ലാത്തവന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടുക്കാൻ പറ്റിയില്ല. ഒരൊറ്റ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആർക്ക്? മൈ സുപ്പീരിയർ മാനേജർ. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. ഉണ്ടാതിരിക്കാൻ ഞാനിങ്ങ് ഇറങ്ങി പോന്നു. നീ എന്തൊക്കെ പറയുന്നേ? യെസ്, ഐ ക്വിറ്റ് മൈ ജോബ്. വയ്യ, അവന്റെ ഒടുക്കത്തെ ടാർഗറ്റ് ഒന്നാം ഘട്ടം. എന്നെ കൊണ്ട് പറ്റില്ല. ചാവട്ടെ. നീ ടെൻഷൻ ആവാതിരിക്കേ. ലിയോയുടെ ആംഗിളിൽ അതായിരിക്കും ശരി. എന്നാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷനെങ്കിലും അവൻ ആലോചിക്കണ്ടേ? ഇത്രയും കാലം എന്നെ ഗുണദോഷിച്ചോണ്ടിരുന്ന ആളാ. അവന്റെ ഏണിങ്സ് തന്നെ ഞങ്ങളുടെ മെയിൻ സപ്പോർട്ട്. അതവന് നന്നായിട്ട് അറിയും ചെയ്യും. എന്നിട്ടും സാരല്ല, മറ്റെവിടെയെങ്കിലും ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ, നീ ടെൻഷൻ ആവാതെ. എത്തിയോ? ഞാൻ ഇപ്പൊ വരാം. ബിബി എത്തി. പോവാം. ബിബി, അഭിരാമി. ഹായ്. നീ കയറുന്നില്ലേ? ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ചോളാം. ഓക്കെ. പുതിയ കാറ് വാങ്ങിച്ച വകയിൽ ഒരിത്തിരി പർച്ചേസിങ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? പറ. എന്തായി, വല്ലതും നടക്കുമോ? അത് പിന്നെ ലിയോ, പെട്ടെന്ന് ഇങ്ങനെ 20 lakhs എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് അല്ലെന്ന് എനിക്കറിയാലോ. പിന്നെ എത്ര പറ്റും? ലിയോ, സത്യം പറയാലോ, കാശുള്ളത് സിന്ധുവിൻ്റെ അക്കൗണ്ടിലാണ്. അതിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ അവൾ സമ്മതിക്കില്ല. ഹരി, ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഒരാളോടും ചോദിക്കാൻ ബാക്കിയില്ല. അറിയാം, പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പെങ്കോന്തൻ. അപ്പൊ ഇതായിരുന്നല്ലേ ജോലി? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? നിനക്ക് എന്റെ ടെൻഷൻ അറിയില്ല. This is bad habit, Daddy. സോറി. മോള് പറഞ്ഞത് കേട്ടല്ലോ.
അഭി പ്ലീസ്. മോള് ചെന്ന് ഡ്രസ്സ് മാറ. ഇത് ഇന്ന് വന്നതാണോ? 35 lakhs 15 days. ലോയർ നോട്ടീസാ. നീ അതിന്റെ അർത്ഥം പഠിപ്പിക്കുകയാണോ? ഓൾറെഡി ഞാനത് വായിച്ചല്ലോ. നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ, അപ്പോഴും ഞാൻ പറഞ്ഞതാ ആ കാശങ്ങ് തിരിച്ചു വാങ്ങാൻ. ഇപ്പെന്തായി? അഭി നീ ശവത്തെ കുത്തരുത്. പിന്നെ ഞാൻ എന്ത് പറയണം? ഈ സിറ്റുവേഷൻസ് ഒക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. അതിനിടയ്ക്കുള്ള ജോലിയും കളഞ്ഞു. പ്രോപ്പർട്ടിക്ക് വേണ്ടി കൊടുത്ത കാശിന് തിരിച്ചു കിട്ടില്ലെന്ന്. അതിനു വേണ്ടി ഒരു നോട്ടീസും വിട്ടിരിക്കുന്നു. ഒരു തരം ബ്ലെയിമിങ്. ഓട്ടടി, ഞാൻ ചെയ്ത കാശല്ലേ, എനിക്ക് വിഷമമില്ലല്ലോ. എനിക്ക് വിഷമമുണ്ട്. വിഷമമുണ്ടെങ്കിൽ പോയി തൂങ്ങി ചാവടി. കുടിച്ചത് സാറേ ബില്ലെടുക്കട്ടെ? ആയിട്ടില്ല, പറയാം. ഓ ശരി. എവിടെയാ? എന്തിനാ? നീ വരുന്നില്ലേ? എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. ഓ, അപ്പൊ ഞാനാ നിന്റെ സ്വസ്ഥത കളയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അഭി പ്ലീസ് ലീവ് മീ അലോൺ. നീ പിന്നെയും വെള്ളടിക്കാണോ? വെള്ളമല്ലടി, മദ്യം. അല്പം മദ്യം ബോധത്തെ ഉണർത്തുവെന്ന് എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ മദ്യം. എന്നോടുള്ള വാശി. ഞാൻ നിന്നെ കാണുന്നതിന് മുമ്പ് അടിക്കണല്ലേടി. ലിയോ, ഇത് നല്ലതിനല്ല. അത് കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ആ, അത് വിട്. വക്കീൽ നോട്ടീസ് വന്ന കാര്യത്തില് നീ എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, അത് പോട്ടടി. ഇന്ന് നിനക്ക് പറയാൻ എളുപ്പാ. നമുക്കൊരു മോളാ. എടീ, ഞാൻ ചീരങ്കണ്ടത്തിൽ തരിയന്റെ മോനാ. ആ മോൻ കഷ്ടപ്പെടുന്ന കാണാൻ അപ്പച്ചന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. വേണ്ടി വന്ന് എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് തന്നെ ഞാൻ ചെന്ന് ചോദിക്കും. ഇനി അതൊരു മാർഗ്ഗമേ കാണുന്നുള്ളൂ. വേണ്ട. എന്നെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ നിന്നെ പടിയടച്ച് പിണ്ടം വെച്ചവരുടെ കാശ് നമുക്ക് വേണ്ട. പിന്നെ ഞാനെന്ത് ചെയ്യണോ ബി? നീ വീണ്ടും വീണ്ടും എന്നെ വിളിച്ച് ടെൻഷൻ അടിപ്പിക്കല്ലേ. ഞാനാകെ പെട്ടിരിക്കുക. ഇപ്പൊ എന്റെ മുന്നിലൊന്നും തെളിഞ്ഞു വന്നില്ല. ഇപ്പൊ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. I am totally confused of me. ഞാനിപ്പോ നിന്നോട് എന്താ പറയാ? ഇത്രയും വലിയ എമൗണ്ട്, അതും ഈ ഷോർട്ട് പീരീഡിനുള്ളിൽ. ചെറിയ തുകയായിരുന്നേൽ. ലിയോ ഒന്ന് ഡാഡിയോട് കാശ് ചോദിക്കാന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞേ? അത് നിനക്കറിയാലോ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ അവരോട് തന്നെ. എന്നാ നീ നിന്റെ വീട്ടിൽ ചോദിക്കേ. അവരും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നിപ്പോ ഞാനെന്ത് ഉപദേശിക്കാനാ? ഞാൻ പറഞ്ഞല്ലോ, കുറച്ചെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. മതിയോ?
ഞാൻ ഇറങ്ങട്ടെ. നീയൊന്നും പറഞ്ഞില്ല. വേണ്ട നീതു, ഞാൻ നോക്കട്ടെ. ശരി. ശരി എന്നാ. നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് കരുതിയാണോ എന്നെ കൊണ്ടിത് വായിപ്പിച്ചത്? ഏയ് അതല്ല. പിന്നെ എന്തായാലും ഇതിൽ പറയുന്ന അത്ര കാശ് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഉള്ളത് കുറേ ഡേറ്റഡ് ചെക്കുകളാ. പിന്നെ ഇക്കാര്യം പറഞ്ഞ് ഞാനാരോടെങ്കിലും കടം ചോദിക്കുകയാണെങ്കിൽ ഞാനും ലിയോയും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആവുന്നാവും മറു ചോദ്യം. പുരുഷനും സ്ത്രീയും തമ്മിൽ സെക്സ് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? പക്ഷേ ലിയോ എന്ന ഹസ്ബൻഡിനോട് എവിടെ ഒരു സിമ്പതി തോന്നുന്നുണ്ട്. എന്ന് വെച്ച് പ്രേമമൊന്നല്ല കേട്ടോ. അങ്ങനെ ഒരു ചാപ്റ്റർ എനിക്ക് ഉണ്ടായിരുന്നു. എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചൊരാൾ. എപ്പോഴോ ഇന്റർനെറ്റിൽ വന്ന എൻ്റെ ഒരു ഫേക്ക് ഫോട്ടോ കണ്ട് അന്ന് സ്ഥലം വിട്ടതാണ് അയാൾ. ഇപ്പൊ വീണ്ടും വിളി തുടങ്ങിയിട്ടുണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട്. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ലിയോയെ ബോറടിപ്പിച്ചു അല്ലേ? ഏയ്. ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞ ഡെഡ്ലൈൻ ഒരാഴ്ച കൂടെ കഴിഞ്ഞല്ലേ? താൻ വിഷമിക്കണ്ട, എന്തേലും വഴിയുണ്ടാക്കാം. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലോൺ ശരിയാക്കി എടുക്കുക. അങ്ങനെ ഒരു സോഴ്സ് ഉള്ളത് കൊണ്ടാ ഞാൻ സംഘടിപ്പിക്കാന്ന് പറഞ്ഞേ. ദാ എന്നാ പിന്നെ ശരി. ഞാൻ ഇറങ്ങട്ടെ. എന്തായിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ? സാന്ദ്രനൊന്ന് കാണാൻ പോയത്. എന്തിന്? ഏയ് ഒന്നുമില്ല. ഞാനൊന്ന് കുളിക്കട്ടെ. ഇപ്പോഴെന്തിനാ കുളിക്കുന്നേ? രാവിലെ കുളിച്ചതല്ലേ? ആയ് കുളിക്കാൻ സമയം കാലമൊക്കെ ഉണ്ട്. ആ പിന്നെ അടുത്ത ആഴ്ച രജിസ്ട്രേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നീ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ക്യാഷിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എവിടുന്ന്? നീ എന്തിനാ അതൊക്കെ അറിയണത്? എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ചോ.
ഗുഡ് നൈറ്റ്. അതെ, ഈ കൊച്ചിനും എല്ലാം കൊടുത്തായിരുന്നു. ഇല്ല, മറന്നുപോയി. ഇനിയിപ്പോ കൊടുക്കണ്ട, അവൾ ഉറങ്ങട്ടെ. ലിയോ വല്ലതും കഴിച്ചായിരുന്നോ? അതിന് ഡൈനിങ് ടേബിളിലൊന്നും ഉണ്ടായിരുന്നില്ല. നീ നല്ല ഉറക്കം. പിന്നെ 2 പെഗ് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ച്. അവി, നീ വന്ന് കിടക്കുന്നില്ലേ? ഉം. ഹലോ, ഞാന് അഭി. എന്താ ഈ നേരത്ത്? ബിബിൻ വന്നോ? ഇല്ല, പുള്ളി നാളെ എത്തുള്ളൂ. എന്താ? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാൻ നിന്നോട് ക്യാഷ് ചോദിച്ചിരുന്നല്ലോ. ആ, നീ എനിക്ക് 30 lakhs തന്നു. ഞാനോ? എപ്പ തന്നു? നീ എനിക്ക് തന്നിട്ടില്ല, പക്ഷെ നീ തന്നു. ആരെങ്കിലും ചോദിച്ചാൽ മാത്രം നിനക്ക് പറയാനൊരു നുണ എനിക്ക് വേണ്ടി. നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക്. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ലിയോ നഷ്ടപ്പെടും. എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സാന്ദ്രയെ കുറിച്ച്. ആർട്ടിസ്റ്റ്. അവളും ഇപ്പൊ എന്റെ പ്രശ്നമാണ്. ഓക്കെ, പക്ഷെ എന്റെ സംശയം അതല്ല. ശരിക്കും നിനക്ക് കാശ് എവിടെ നിന്ന് കിട്ടും? ഇപ്പോഴും എനിക്കറിയില്ല, എങ്കിലും അത് സംഭവിക്കും. ഞാൻ വിളിക്കാം.